എവിടെ തൊട്ടാലും ഓനങ്ങ് കടിച്ചാള്. സെഡേഷൻ കൊടുത്തിട്ട് ചെയ്തിട്ടും അത്ര വൃത്തിയായില്ല. എന്താ അറിയില്ല എന്ന് വെച്ചിരുന്നു. അതൊക്കെ പറഞ്ഞുതരാം. അത് റീസൺ എന്താന്ന് പറഞ്ഞുതരാം. സന്തോഷം തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. ഞാന് ഒഴിവാക്കണം എന്നൊക്കെ വിചാരിച്ചു നിന്നതായിരുന്നു. മുഖം തൊടാൻ തീരെ സമ്മതിക്കുന്നില്ല. ഗ്രൂമിങ്ങിന് തീരെ സമ്മതിക്കുന്നില്ല. ഞങ്ങള് മുഖം ക്ലീൻ ചെയ്യാനോ കണ്ണിന്റെ അടുത്തുള്ള അഴുക്കൊന്നും പോകാൻ തീരെ സമ്മതിക്കില്ല. മുഖത്ത് ടച്ച് ചെയ്യാൻ നോക്കി എന്തോ ചെയ്യുന്നവൻ? കടിക്കുകയാണ് ചെയ്യാ. എവിടെ തൊട്ടാലും ഓനങ്ങ് കടിച്ചാള്. ഗ്രൂമിംഗ് സെന്ററിലൊന്നും കൊണ്ടുപോയിട്ടില്ലയോ? ഒരു പ്രാവശ്യം കൊണ്ടുപോയി. പക്ഷെ ഒരു സെഡേഷൻ കൊടുത്തിട്ട് ചെയ്തിട്ടും അത്ര വൃത്തിയായില്ല. സെഡേഷൻ കൊടുത്തിട്ടൊക്കെ ആണോ ചെയ്യുന്നേ? അതെ അതെ. അവർക്ക് മുഴുവനായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ മുഖത്തിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്ക് അവന് ശരിയായ രീതിയിൽ തന്നെയായി, സാധാരണ പോലെ തന്നെ ആയപ്പോ ഞങ്ങളെ അടുത്ത് ക്യാപ്പും പിന്നെ മാസ്കും ഒക്കെ ഉണ്ട്. പക്ഷെ അവൻ അതൊന്നും സമ്മതിക്കൂല. പ്രായം എത്ര കറക്റ്റ് പറഞ്ഞേ? 1.5 വയസ്സ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടും. കൈ കഴുകിയൊന്ന് എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണോ? ഇടയ്ക്കിടയ്ക്ക് കിട്ടലുണ്ട്. അത് അവക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവള് ഓമനിക്കാൻ ചെല്ലുമ്പോ ചിലപ്പോ നനയ്ക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കടിച്ചു കളയും. മൗത്ത് ക്യാപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പോകുമ്പോഴോ ഗ്രൂം ചെയ്യാൻ പോകുമ്പോഴോ ഇയാൾ ഇങ്ങനെ താഴെ വെച്ചിട്ട് നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്ന് ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മുടെ ഒരു നെഞ്ചിന്റെ ലെവലിലൊക്കെ ഉള്ള ഒരു ബെഞ്ചോ ഡെസ്കോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ചെയ്യുക. തല ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോലി ചെയ്യുക. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന അതേ പതുക്കെ ബ്രീത്ത് ചെയ്തില്ല, ഒരു 1 സെക്കൻഡ് കൊണ്ടിട്ട് ശ്വാസം എടുക്കുന്നു വിടുന്നു, ആ സ്പീഡിൽ ചെയ്യാൽ മതി. ഇയാൾ ആദ്യമായിട്ടല്ലേ ഇത്ര നേരം ഇരുന്നായിരുന്നേ? ഇതുവരെ ഇരുന്ന് തന്നിട്ടില്ലല്ലോ. പെട്ടെന്ന് തിരിഞ്ഞു കടിക്കുക. പതുക്കെ ചെയ്യൂ, ഭയങ്കര സ്ലോലി ചെയ്യാ മതി കേട്ടോ. ഭയങ്കര സ്ലോലി ചെയ്യാ മതി. നമ്മൾ ആ വെപ്രാളം പിടിച്ച് തീർക്കാൻ നോക്കണ്ട, പതുക്കെ ചെയ്യുക. ഇനി കുറച്ചു നേരം ദേഹം ചെയ്യുക, ബാക്ക് ബോഡി ചെയ്യുക. അതിന് വീണ്ടും ഹെഡ് തലയൊന്ന് ചെയ്യി കൊടുക്കുക. സ്ലോലി ചെയ്താൽ മതി, സ്പീഡ് കൂട്ടിയേ ചെയ്യരുത് കേട്ടോ. എന്താ അറിയില്ല എന്ന് വെച്ചിരുന്നു. അതൊക്കെ പറഞ്ഞുതരാം. അത് റീസൺ എന്താന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇനി വീണ്ടും ബാക്കിലത്തെ ബോഡി ചെയ്യുക. ഇനി ചീപ്പ് താഴെ വയ്ക്കുക. ഓക്കെ, ഗുഡ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. ഗുഡ് ബോയ്. ഇനി വീണ്ടും ഒന്നുകൂടെ ചെയ്യിക്കുക കേട്ടാ. ഇനി ബാക്കിലത്തെ ബോഡി ഒന്ന് ചെയ്യുക. സ്ലോയില് ചെയ്യാവുള്ളൂ, ഭയങ്കര സ്ലോയില്. നമ്മൾ സാധാരണ നോർമൽ മൂവ്മെന്റിന്റെ പകുതി സ്പീഡ് മതി. നമ്മൾ ശ്വാസം പിടിച്ചു വെച്ചൊന്നും ചെയ്യണ്ട, ശ്വാസം കൂടെ നോർമലായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് ചെയ്യുക. ഇത്രയും നേരം ഇരുന്ന് തന്നിട്ടില്ലല്ലോ അയാള്. അത് മനസ്സിലായി. ഓക്കെ, മതി, ഇത്രയും മതി. എനിക്ക് കാണാൻ വേണ്ടി ചെയ്തതാണ്. അയാൾക്ക് നമുക്ക് ഈ ചീപ്പ് മാറ്റണം കേട്ടോ. ഈ കെട്ടൊക്കെ വീണേക്കുന്നത് തനിയെ കട്ടായി പോകുന്ന ടൈപ്പ് ചീപ്പ് വാങ്ങിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വേദനിക്കും, ഇതിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ. നമുക്കിപ്പോ ലേഡീസിന് മുടി ഇങ്ങനെ ജട കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിക്കും, വേദനിക്കത്തില്ലേ? അപ്പൊ അതേപോലെ ഒരു പെയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആമസോണിൽ ഞാൻ ചീപ്പിന്റെ ലിങ്ക് ഇട്ട് തരാം. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോ എവിടെങ്കിലും കെട്ട് വീണിട്ടുണ്ടെങ്കിൽ അത് കട്ടായിട്ട് അങ്ങ് പൊയ്ക്കോളും കേട്ടാ. ഇനി ഒന്നുകൂടെ ചീപ്പ് എടുത്ത് 2 ചീപ്പ് കൂടെ ചെയ്യിക്കോ. ബാക്കിലത്തെ ബോഡി ആദ്യം ചെയ്യുക. ഇരുന്നുണ്ട്. ഓക്കെ. നമ്മ കാലൊന്ന് ചെയ്യും. കാല് സമ്മതിക്കില്ല അങ്ങനെ. ശ്വാസം വിട്ട് നേരത്തെ ബ്രീത്ത് ചെയ്ത് നോർമലായിട്ട് ബ്രീത്ത് ചെയ്ത് ചെയ്യണം കേട്ടാ. ഓക്കെ. കാലും ഒക്കെ സമ്മതിക്കുക, അയാളുടെ പ്രശ്നമല്ല. അയാൾക്ക് നോവുന്നതിന്റെ വിഷയം കൂടെ ഉണ്ട്, അതല്ല വേറെ കാരണം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മതി കേട്ടോ. എൻഡ് ചെയ്തു. ഇനി ഗുഡൊക്കെ പറഞ്ഞൊന്ന് പതുക്കെ തടവി കൊടുക്കുക, സ്ലോയില് തടവി കൊടുക്കണേ. ഒരു കാരണവശാലും അടുത്ത് സ്പീഡിൽ മൂവ് ചെയ്യരുത്. നമ്മുടെ കയ്യിൽ ചിലപ്പോ പെട്ടെന്ന് കടിക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മള് മാക്സിമം സ്ലോയില് നമ്മുടെ ബ്രീത്തിങ് ഫോക്കസ് ചെയ്തോണ്ട് ചെയ്താൽ മതി. അല്ലാതെ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ അയാൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ഏതാണ്ട് ചെയ്യാൻ വരുന്നെന്നുള്ളതൊക്കെ ഫീല് അതൊക്കെ അടിക്കുന്നതാണ്. ഓക്കെ,
ഇപ്പൊ ഒരു ഇച്ചിരി കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് അതായത് എന്നെ കൊണ്ട് പറ്റും, ഞങ്ങളെ കൊണ്ട് പറ്റും, അങ്ങനെ ഒരു തോന്നലുണ്ടായോ? ഓ ഉണ്ട് ഉണ്ട്. നീമോ നീമോ ആ, ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? നീമോ എനിക്കറിയില്ല. ഞാന് ഒഴിവാക്കണം എന്നൊക്കെ വിചാരിച്ചു നിന്നതായിരുന്നു. അല്ല, ഇപ്പൊ ഒരു സന്തോഷം എന്താ വെച്ചാല് തോന്നുന്നുണ്ടോ? മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം വരുന്നുണ്ടാ? ഉണ്ട് ഉണ്ട്. ആ, ഓക്കെ. ആ ബോളൊക്കെ ഒന്ന് എടുത്ത് എറിഞ്ഞു കൊടുക്ക് കേട്ടാ. ആ ബോൾ അമ്മയുടെ ഞാൻ തപ്പ, അമ്മ ഒന്ന് പിടിക്കോ? അല്ല, ബോളല്ല, ഞാൻ തപ്പ. പാവയാണെങ്കിൽ എന്തോലെ കളിച്ചോണ്ടിരിക്കുന്ന സാധനം എടുത്ത് എറിഞ്ഞു കൊടുക്കുകയോ എന്തെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് പിടിച്ച ചെലപ്പം ഈ ഗ്രൂമിംഗ് എന്ന് പറയുന്നതേ ഭയങ്കര സന്തോഷമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. നമ്മള് എപ്പോഴോ അയാള് വേദന കാരണമെന്ന് റിയാക്ട് ചെയ്യുകയും കടിക്കുകയും ചെയ്തതോടുകൂടി നമ്മൾ ആ ഒരു പേടിയിലോട്ട് വന്ന് ഇവൻ കടിക്കുവോ ആ ഒരു ചിന്തയില് ചെയ്യുന്നോണ്ടാണ്. അപ്പൊ അത് അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുകയും അതുകൊണ്ടിട്ട് നമ്മളെ തിരികെ കടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ നിങ്ങള് ഗ്രൂം ചെയ്തപ്പോ ഇപ്പൊ എന്താണ്, എന്റെ ഒരു കൺട്രോളിലിരുന്നാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഫോക്കസ് ചെയ്തതേ ഉള്ളൂ. വേറെ ഒരു ചിന്തകളൊന്നും മനസ്സിലില്ലായിരുന്നു. അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം, മനസ്സിൽ വേറെ ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ എന്താണോ പറഞ്ഞത് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തതേ ഉള്ളൂ. അമ്മ സ്വന്തമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല, അയ്യോ ഇവൻ എന്നെ കടിക്കൂ, അങ്ങനൊന്നും ചിന്തിച്ചില്ല. നമ്മള് ഡയറക്റ്റ് ഓരോ സജഷൻസ് കൊടുത്തോണ്ടിരുന്നു. ആ സജഷൻ അനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത് മാത്രമായിരുന്നു അമ്മ. അതുകൊണ്ടിട്ടാണ് അവൻ കടിക്കാതിരുന്നത്, നോർമലായിട്ട് ഇരുന്ന് തന്നത്. അപ്പൊ നമ്മൾ ഓരോ തവണയും ഗ്രൂം ചെയ്യുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മുടെ ബ്രീത്തിങ് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ. പക്ഷെ ഇയാളുടെ ഈ ജട വീണ് കെട്ട് വീണൊക്കെ കിടക്കുന്നത് കൊണ്ടിട്ട് ഇയാൾക്ക് നോവും ചില സമയത്ത്. അപ്പൊ നോവുന്നത് കൊണ്ടിട്ട് അപ്പം ചിലപ്പോ പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലോട്ട് വീണ്ടും പഴയ ചിന്ത വരും, നമ്മളറിയാതെ വരും. അപ്പൊ ഒരു തവണ എവിടെയെങ്കിലും കൊണ്ടുപോയി കംപ്ലീറ്റ് ഒന്ന് ട്രിം അടിച്ചങ്ങ് വിടുക. അതിനുശേഷം അതിനുശേഷമേ ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ, ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ അവിടെ കയറ്റി ഇരുത്തി എല്ലാ ദിവസവും ഹെയർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ചെയ്യുക ഇതേപോലെ. ഓക്കെ. ഒരു തവണ ഒന്ന് ട്രിം അടിച്ച് വിടുന്നത് നല്ലതാണ്. നല്ല ഹെയർ കിളിച്ചു വരികയും ചെയ്യും. ഇപ്പൊ മൊത്തം അയാളെ വളഞ്ഞു പുളഞ്ഞു കിടക്കുമല്ലേ. അതെ പകുതി ട്രിം ചെയ്ത് വെച്ചതാണ്. ഇപ്പൊ നല്ലോണം പിന്നെ കുറച്ചു നേരം അധ്വാനിച്ചത് കൊണ്ട് പിന്നെ ക്ഷീണം തോന്നിയപ്പോ ഞങ്ങൾ നിർത്തിയതാണ്. ഒരു തവണ പ്രൊഫഷണൽ സപ്പോർട്ട് എടുത്ത് എവിടെങ്കിലും കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് അങ്ങ് ട്രിം അടിച്ച് വിടുക.